ബഹുമാന്യ സദസ്സിനെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. കേരള ഉലമ കൗൺസിൽ പണ്ഡിത സഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മിലാദെ മുബാറക് 2025 എന്ന ഈ മഹനീയ മാനവ മൈത്രി സംഗമം, അതിനേക്കാൾ ഉപരി അറബിയിലെ മക്ക എന്ന മഹനീയ സ്ഥലത്ത് ജന്മം കൊണ്ട പുതിയൊരു വിശ്വാസ വിപ്ലവത്തിന് ലോകത്ത് വെളിച്ചം വിതറിയ മഹാനായ പ്രവാചകന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് ലോകമെമ്പാടും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുകയും മഹത്തായ സമ്മേളനങ്ങളും സന്ദേശങ്ങളും പകർന്നു കൊടുക്കുന്ന ഈ ഒരു സമയത്ത് നിരവധി ചരിത്രങ്ങളുടെ തായ്വേരുകൾ ഉറങ്ങിക്കിടക്കുന്ന ഈ തോന്നയ്ക്കലിന്റെ മണ്ണിൽ ഇത്തരത്തിലുള്ളൊരു പ്രവാചക സന്ദേശ യോഗങ്ങളും അതിനോടനുബന്ധിച്ച് വിവിധ മതസ്ഥരെ മാനവികതയുടെ കളിത്തൊട്ടിൽ ഒരുമിച്ച് ചേർത്ത് വെച്ച് ഇത്തരത്തിൽ ഒരു മഹനീയ സന്ദർഭത്തെ ഒരുക്കിയ ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ എൻ്റെ നാടിന്റെ പേരിലുള്ള നന്ദിയെ ഞാൻ എൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് തന്നെ അറിയിക്കുകയാണ്. മിലാദെ മുബാറക് 2025 എന്ന ഈ സമ്മേളനത്തിന് ചുക്കാൻ പിടിക്കുവാൻ നിരവധി പ്രഗത്ഭന്മാർ ഇതിന്റെ മുൻപിലും പിൻപിലുമായി അണിനിരന്ന് ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ അൽഹാസ് ബഹറുദ്ദീൻ മൗലവി കഴിഞ്ഞ ദിവസങ്ങളെ വീട്ടിൽ വന്ന് വളരെ ബഹുമാനത്തോടെ എന്നെ ഈ ഒരു സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുവാൻ അദ്ദേഹം കാണിച്ച മനസ്സിനെ ഞാൻ ഓർക്കുകയാണ്. ഈ ഒരു സമ്മേളനം ഇവർ തീരുമാനിച്ച സമയത്ത് എന്നെ ക്ഷണിക്കുവാനായിട്ട് എൻ്റെ പേര് നിർദ്ദേശിച്ചാണ്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദര തുല്യനല്ല, എൻ്റെ സഹോദരൻ കൂടിയായിരിക്കുന്ന ബഹുമാന സബീർ മൗലവി ഓർത്ത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടന പ്രഭാഷണം വളരെ തന്മയത്വത്തോട് നിർവഹിച്ച കരമന ബയാർ സാഹിബ് അവറുകൾ, പ്രത്യേകാൽ ഇതിന്റെ മുഖ്യ പ്രഭാഷകനെ കടന്നു വന്നിരിക്കുന്ന അൽ ഹാരിസ് അമിനുദ്ദീൻ ബാഘവി, എനിക്ക് മുമ്പായി പ്രഭാഷണം നടത്തിയ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സ്വാമി ദത്തത്രേയ സായി സ്വരൂപനാഥ്, മറ്റ് ഇവിടെ ഈ വേദിയിലും എൻ്റെ മുൻപിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് എൻ്റെ സഹപാഠിയും എൻ്റെ കളിക്കൂട്ടുകാരനും, പ്രത്യേകിച്ച് ഈ തോന്നയ്ക്കലിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മറ്റാരെക്കാളും ഒരു പിടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ സഹോദരൻ കൂടിയായ സുധീഷ് ലാൽ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ബഹുമാന്യ ജനങ്ങളും, ഈ ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഞാനൊരു ക്രൈസ്തവ മത വിഭാഗത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആ ഒരു ഡെസിഗ്നേഷൻ കൂടിയല്ല. എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു മഹനീയ പ്രവർത്തനം നടക്കുമ്പോൾ അതിലൊരു പങ്കാളിയായി നിങ്ങളുടെ സഹോദരനായിട്ടാണ് ഞാൻ വാസ്തവത്തിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് അതിയായ സന്തോഷമുണ്ടല്ലോ. എനിക്ക് മുമ്പായി പ്രഭാഷണം ചെയ്ത വിവിധ വ്യക്തികളുടെ വായിൽ നിന്ന് കേട്ട പ്രധാനപ്പെട്ട 1-2 വാക്കുകൾ ഞാൻ ഉദ്ധരിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിലൊന്ന്, ഇന്ന് മനുഷ്യർ ഏറെക്കുറെ അല്ലെങ്കിൽ മനുഷ്യൻ ഏറെക്കുറെ മനുഷ്യനുണ്ടാകുന്ന അകത്തും പുറത്തും ഉണ്ടാകുന്ന വിപ്ലവ അരിശത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വർഗീയത എന്നതാണ്. ഈ ലോകത്തിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ്.
ഒരു പരമാധ്യക്ഷൻ ഈ ലോകത്തെ സൃഷ്ടിക്കുകയും മനോഹരമായി ലോകത്ത് നമുക്ക് വേണ്ടുന്നതെല്ലാം തരികയും ആ മഹാനായ സൃഷ്ടാവിന്റെ കരവിരുതലെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നതും നമുക്ക് ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത വാസ്തവവും സത്യവുമായ കാര്യമാണ്. എന്നാൽ ആ സൃഷ്ടിതാവ് മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് ഒരിക്കലും മനുഷ്യനെ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഭാഷയുടെ പേരിൽ അവനെ വേർതിരിച്ചല്ല സൃഷ്ടിച്ചത്. മറിച്ച് മനുഷ്യനെ മനുഷ്യനായി തന്നെയാണ് ആ സൃഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റീ ലോകത്തിലുള്ള സകല പരമാണുക്കളെക്കാളും മനുഷ്യന് കുറച്ചുകൂടി ആധികാരികമായി തന്റെ സൃഷ്ടിയുടെ ഇല്ലെങ്കിൽ ദൈവിക സൃഷ്ടികളുടെ മഹുടോദാഹരണമായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മറ്റെന്തിനേക്കാളും അധികമായി ചില കാര്യങ്ങളിൽ മനുഷ്യന് സ്വാതന്ത്ര്യവും അധികാരവും ആ സൃഷ്ടിതാവ് നൽകിയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തനിക്ക് സ്വതന്ത്രമായി ഈ ലോകത്ത് ജീവിക്കാൻ എന്തു വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെന്നുള്ള ജ്ഞാനത്തെ, ബുദ്ധിയെ, മനസാക്ഷിയെ ദൈവം മനുഷ്യന് നൽകിയത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ മനുഷ്യന് തിരഞ്ഞെടുക്കാം. ഒന്ന് നന്മയായ വഴികൾ, രണ്ട് തിന്മയായ വഴികൾ. അതിൽ നന്മയായ വഴികളിൽ കൂടി മനുഷ്യൻ സഞ്ചരിച്ച് അവന്റെ ജീവിതം സവിശേഷപൂർണമായി തീരുവാനാണ് ദൈവമെന്നുള്ള സൃഷ്ടാവ് എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ സവിശേഷത ലഭിച്ച മനുഷ്യൻ ചെയ്തതോ പലപ്പോഴും നന്മയ്ക്ക് പകരം തിന്മകൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. ദൈവിക ഇഷ്ടങ്ങളിൽ നിന്നും ദൈവത്തിന്റെ മഹാപദ്ധതികളിൽ നിന്നും മനുഷ്യൻ മാറി സഞ്ചരിക്കാനിടയായി. അങ്ങനെ മനുഷ്യനെ ഏകീകരിപ്പിച്ച് അവനെ ഏകോപിപ്പിച്ച് നന്മകളിലേക്ക് വഴി നടത്താനായിട്ട് ദൈവം കാലാകാലങ്ങളിൽ മനുഷ്യരിൽ നിന്നും ദൈവത്തിൽ നിന്നും ദൂതന്മാരെയും മനുഷ്യന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെയാണ് ഭൂമിയിൽ പ്രവാചകന്മാരും ഗുരുക്കന്മാരൊക്കെ ഉടലെടുത്തത്. അവർ ദൈവത്തിന്റെ സന്ദേശവാഹകരായിട്ട് ഈ ഭൂമിയിൽ വന്നിട്ട് അവരുടെ ജീവിതങ്ങൾ തന്നെ നമുക്ക് സന്ദേശങ്ങളായിട്ട് പകർന്നു തന്നു, അല്ലേ? അവർ ഈ ഭൂമിയിൽ വരച്ച് കാണിച്ചു തന്ന സത്യങ്ങൾ തിന്മയിൽ നിന്ന് മനുഷ്യനെ വീണ്ടും നന്മയിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള സന്മാർഗിക മാർഗങ്ങളായി നമുക്കവർ വഴികളെ വരച്ചു കാട്ടി തന്നു. അതിലെന്നും നിലനിൽക്കാൻ വേണ്ടിയാണ് അവരാൽ ഈ ഭൂമിയിൽ മതഗ്രന്ഥങ്ങൾ ഉടലെടുത്തത്. അവരുടെ കാലങ്ങൾ ശേഷവും ഗ്രന്ഥങ്ങൾ ഭൂമിയിൽ നിലനിൽക്കുകയും ആ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന, ആ ഗ്രന്ഥങ്ങൾ സ്വീകരിക്കുന്ന അടുത്തൊരു തലമുറ അത് ഗ്രഹിച്ച് മുൻപേ അവർക്ക് മുമ്പായി വഴികാട്ടിയവരുടെ പാത പിന്തുടരുവാൻ അവർ നമുക്ക് സമ്മാനിച്ചതാണ് വേദഗ്രന്ഥങ്ങളും മറ്റും. എന്നാൽ ഒരു തലമുറ വരെ അത് കൃത്യമായി അനുശാസിച്ചു വന്നു. ആ ദൈവം എന്ന സൃഷ്ടാവിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചു വന്നു. എന്തുകൊണ്ടാണ് ദൈവിക പദ്ധതിയിൽ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിച്ച് നന്മയിൽ നിന്നും തിന്മയിലേക്ക് പോയ മനുഷ്യനെ തിരികെ നന്മയിലേക്ക് കൊണ്ടുവരാൻ കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ ജീവിതം ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല. മറിച്ചൊരു മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതങ്ങൾക്ക് ശേഷമാണ്. ആ ഭൂമിയിലെ ജീവിതം ഞാൻ എത്രത്തോളം സമാധാനത്തോടെ സന്തോഷത്തോടെ, ഞാൻ എത്രത്തോളം, അല്ലെങ്കിൽ നമ്മൾ ഏവരും ആഗ്രഹിക്കുന്ന ആ നല്ലൊരു ജീവിതത്തിലേക്ക് എന്റെ മരണാന്തര ജീവിതം പ്രവേശിക്കണമെങ്കിൽ ഈ ഭൂമിയിലെ കർമ്മങ്ങൾ അതിനടിസ്ഥാനമായിട്ടിരിക്കും. ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും എന്റെ മരണാന്തര ജീവിതം നിശ്ചയിക്കപ്പെടുന്നത്. ഇന്നത്തെ ഒരു തലമുറയ്ക്ക് മരണാന്തര ജീവിതം എന്തെന്നോ, ദൈവഭക്തി എന്തെന്നോ, ദൈവഭയം എന്തെന്നോ അറിയാൻ പറ്റാത്ത വിധം ഇന്നത്തെ തലമുറ മാറിയിരിക്കുകയാണ്.
നേരത്തെ സ്വാമി സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, സമൂഹ മാധ്യമങ്ങളുടെ സഹായമല്ലാതെ ഇന്ന് ആർക്കിവിടെ ഉയർന്നു വരുവാനോ തങ്ങളുടെ പ്രാഗൽഭ്യങ്ങൾ തെളിയിക്കുവാനോ തങ്ങളുടെ ജീവിതങ്ങൾ മുന്നോട്ട് വയ്ക്കാനോ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇന്നൊരാളെ ഉയർത്തുവാനും താഴ്ത്തുവാനും ഇന്നത്തെ സമൂഹ മാധ്യമങ്ങൾക്ക് മതിയാകും. ഒരാളെ താളടിയാക്കാൻ, ഒരാളെ താറുമാറാക്കാൻ, ഒരു കുടുംബത്തെ ശിഥിലമാക്കാൻ, ഒരു ദേശത്തെ ഇല്ലാതാക്കുവാനായിട്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയക്ക് കഴിയും. അത്രയ്ക്ക് സോഷ്യൽ മീഡിയ വിപ്ലവങ്ങൾ ഇന്ന് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഈ വിപ്ലവങ്ങൾ ലോകത്തിന്റെ സമാധാനങ്ങളെ നശിപ്പിച്ചു. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ സമാധാനമില്ല ലോകത്ത്. സമാധാനങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ആ സമാധാനങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇവിടെ പ്രവാചകന്മാരും ദൈവദൂതന്മാരും ഗുരുക്കന്മാരൊക്കെ ഉടലെടുത്തത്. എന്നാൽ അവരുടെ വാക്കുകളെ മറന്നു കൊണ്ടുപോകുന്ന ഒരു തലമുറയുടെ മുന്നിൽ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദേശത്ത്, ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ ഒരു ഇടത്ത് ഒരു സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ ആദ്യം നമ്മുടെ വീടുകൾക്കകത്ത് സമാധാനം ഉണ്ടാകണം. എന്റെ വീടുകൾക്കകത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ ഞാൻ പാലിക്കേണ്ട നിരവധി കടമകൾ, കർത്തവ്യങ്ങൾ എന്റെ വീടിനകത്തുണ്ട്. ഞാൻ എന്ന ജീവിതം കൊണ്ട് ഒരു സഹമനുഷ്യനായ എനിക്ക് സമസ്വരൂപനായിരിക്കുന്ന മനുഷ്യനോട് കാണിക്കേണ്ട കടമകൾ, കർത്തവ്യങ്ങൾ, സഹായങ്ങൾ എന്നെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ കൃത്യമായി എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിനകത്ത് യേശുക്രിസ്തു സൂചിപ്പിച്ചൊരു മഹത്വചനമുണ്ട്: നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുക. എന്തുകൊണ്ട്? നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ, നീ എങ്ങനെയാണോ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെ, നിന്റെ സമീപത്തുള്ളവനെ സ്നേഹിക്കുക. നിന്റെ കരങ്ങളിൽ, അല്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ 2 കരങ്ങളുണ്ടെങ്കിൽ നീ നിന്റെ അയൽക്കാരനെ നോക്കുക. അദ്ദേഹത്തിനും അതേ കരങ്ങളുണ്ട്. നിനക്ക് കാലുകളുണ്ടെങ്കിൽ കാൽപാദങ്ങളുണ്ടെങ്കിൽ, നിനക്ക് ശിരസ്സുണ്ടെങ്കിൽ, ഉടലുണ്ടെങ്കിൽ, കണ്ണുകളുണ്ടെങ്കിൽ, ശരീര അവയവങ്ങളുണ്ടെങ്കിൽ, നിന്റെ ശരീരത്തിൽ കൂടി ഒഴുകുന്ന രക്തം, അതിന്റെ വർണ്ണം ചുവപ്പാണെങ്കിൽ അതുപോലെ തന്നെയാണ് നിന്റെ സമീപത്തുള്ള വ്യക്തി. അവിടെ മതങ്ങളും വർഗങ്ങളും വർണ്ണങ്ങളും കൊണ്ട് തന്നെ അതിരുകളിട്ട് ഭേദിച്ചു നിർത്തുമ്പോൾ അവനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. രണ്ടാമത്, എന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് ഭയപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്ന് ഓരോ ദിവസവും നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇന്നത്തെ തലമുറകളുടെ ജീവിതം. കുറച്ചു മുമ്പ് ബാങ്കുവിളി കേട്ടപ്പോൾ ഇവിടെ നിന്ന് ഒരു കൂട്ടം ഉസ്താദന്മാർ പ്രാർത്ഥനയ്ക്കായി, നിസ്കരിക്കാനായി പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. പക്ഷേ ആ സമയത്തും നമ്മുടെ തലമുറകൾ ഇതൊന്നും അറിയാതെ അവരവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരായി സംസാരിച്ചും ചിരിച്ചും കളിച്ചുമിരിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുന്നിൽ കൂടി ഞാൻ കണ്ടു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവഭക്തിയില്ലാത്ത, ദൈവഭയമില്ലാത്തൊരു തലമുറ വളർന്നു വരികയാണ്. വളരെ ഭയാനകവും ഭീകരവുമായ ഒരു കാഴ്ചപ്പാടാണ് അത് എന്ന് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. അതിലേറ്റവും സങ്കടകരമായ കാര്യം, എല്ലാ മതഗ്രന്ഥങ്ങളും ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട, സ്നേഹിക്കേണ്ടത് ആരെ എന്ന് പറയുമ്പോൾ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് മാതാപിതാക്കൾ എന്നാണ്. They are instead of God from here. ഇവിടെ അവർ ദൈവത്തിന്റെ പകരക്കാരാണ്. ദൈവം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പകരക്കാരായി, സൃഷ്ടിതാവ് നമ്മെ സൃഷ്ടിച്ച് ഒരു മാതാവിന്റെ ഉദരത്തിലേക്ക്, ഒരു പിതാവിന്റെ സഹായത്താൽ ഒരു മാതാവിന്റെ ഉദരത്തിലേക്ക്, ആ ഗർഭപാത്രത്തിലേക്ക് ഒരു അണുവായി പ്രവേശിക്കുമ്പോൾ അവിടെ കിടന്ന് പിണ്ടാകാരമാകാതെ ആകൃതിയും വളർച്ചയും നൽകി 9 മാസങ്ങൾ, 9 ദിവസങ്ങൾ, 9 നാഴികകൾ, 9 വിനാഴികകൾ കഴിഞ്ഞ് ഒരു ശിശുവായി പിറവിയെടുക്കുമ്പോൾ ആ കുഞ്ഞിനെ താലോലിച്ച് വളർത്തുവാൻ ആ മാതാവിന് വേണ്ട സഹനം, ശക്തി, ബുദ്ധി, ജ്ഞാനം, വാത്സല്യം, സ്നേഹം ഇതെല്ലാം പകർന്നു നൽകുന്നത് സൃഷ്ടിതാവായ ദൈവമാണ്.
ആ പിതാവിന് കൊടുക്കുന്നതായ കരുതലുകൾ, നിങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന സകല മാർഗങ്ങളുമെല്ലാം നൽകി കൊടുക്കുന്നത് ആ സൃഷ്ടിതാവാണ്. കാര്യം നിങ്ങൾ ഇവിടെ ജനിക്കണമെന്ന് സൃഷ്ടിതാവിന്റെ പദ്ധതിക്കകത്തുള്ളതാണ്. ആ പദ്ധതിക്കകത്ത് ഉൾപ്പെടുമ്പോൾ നിങ്ങളെ ആര് നോക്കണം, നിങ്ങളെ ആര് സംരക്ഷിക്കണം, നിങ്ങളെ ആര് വളർത്തണമെന്ന് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ ദൈവിക പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദൈവം. അപ്പോൾ ഈ ഭൂമിയിലെ ദൈവങ്ങളാണവർ. എന്നാൽ ഇന്നത്തെ ഒരു തലമുറ നിർദാക്ഷിണ്യം മാതാപിതാക്കളെ ബഹുമാനിക്കാതെ നിർദാക്ഷിണ്യം അവരെ കൊല്ലുന്ന ഒരു കാഴ്ച വളരെ ഭീകരവും ദയനീയമായി നമ്മൾ കാണുകയാണ്. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം കൂടിയുണ്ട്: നിങ്ങൾ ദീർഘായുസോട് കൂടിയിരിക്കാൻ നിങ്ങളുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. ഇത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാകുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദീർഘായുസ്, ഭൂമിയിലും നിങ്ങളുടെ മരണാന്തര ജീവിതത്തിനകത്തും നിങ്ങൾ ദീർഘായുസോട് കൂടി ഇരിക്കണമെങ്കിൽ ഈ ഭൂമി നിങ്ങളെ ഏൽപ്പിച്ച മാതാപിതാക്കളെ ബഹുമാനിക്കുക. നിങ്ങൾക്കറിയാമോ എത്ര മാതാപിതാക്കളാണ് മക്കളുടെ കൈകാര്യം, നൂറുകണക്കിന് കേസുകളാണ് ഇന്ന് കേരളത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ജനിച്ചു വളർത്തപ്പെട്ട മക്കളുടെ കരങ്ങൾ കൊണ്ട് മരണപ്പെടുന്ന മാതാവിന്റെ പിതാവിന്റെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പേ കേഡൽ ജോൺസൺ എന്ന് പറയുന്നത് ശാസ്ത്രമംഗലക്കാരായ ചെറുപ്പക്കാരൻ, 26 വയസ്സുകാരൻ, തന്റെ മാതാവിനെയും പിതാവിനെയും മുകളത്തെ നിലയിലേക്ക് വിളിച്ചിട്ട് താൻ കരുതി വെച്ചിരിക്കുന്ന മഴ കൊണ്ട് നിർദാക്ഷിണ്യം ആ മാതാപിതാക്കളെ വെട്ടിക്കീറുമ്പോൾ മോനെ എന്നല്ലാതെ അവർക്ക് നിലവിളിക്കാൻ പറ്റുന്നില്ല. ആ ശരീരത്തിനൊരു മുറിവേൽക്കുമ്പോൾ ഓടി വന്ന് മുറിവ് കെട്ടുന്ന, ഒന്ന് വീഴുമ്പോൾ ആ ഭാഗത്തെ വേദന തടവിക്കൊടുത്തിരുന്ന ഒരു മാതാവ് പിതാവിനെയും അധിക വേദനയിലും ദാരുണമായി കൊന്ന കേഡൽ ജോൺസന്റെ നാട്. സ്വന്തം ഉമ്മയെ ചുറ്റിക കൊണ്ടടിച്ച് തലയോട്ടി വിളർക്കുമ്പോഴും മോനെ എന്ന് വിളിച്ച അഭാന്റെ നാട്. ഒടുവിൽ ആ മാതാവിന് ബോധം വന്നപ്പോൾ ഞാൻ കാൽ വഴുതി വീണതാണ്, അവിടെ തന്റെ മകനയ്ക്കാൻ ഒരു മാതൃ ശരീരം ഒരുങ്ങി എന്നത് ആ മാതൃസ്നേഹത്തിന്റെ പുണ്യമായി നമ്മളെല്ലാം കണ്ടതാണ്. 3 മാസങ്ങൾക്ക് മുമ്പേ വെമ്പായത്തിനടുത്ത് മദ്യപിക്കാൻ കാശ് കൊടുക്കാത്തതിന് മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു യുവാവ് തന്റെ അമ്മയുടെ ഉദരത്തിൽ ഒറ്റ ചവിട്ടിന് താൻ പിറവിയെടുത്ത ഉദരത്തിൽ ചവിട്ടിയ മാതാവിനെ കൊന്നുകളഞ്ഞ മണികണ്ഠന്റെ നാടാണ്. ഇങ്ങനെ തലമുറകൾ ഭ്രാന്തന്മാരായി വാണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ അനുനയിപ്പിച്ചു കൊണ്ടുവന്ന് യഥാർത്ഥ നന്മയുടെ മാർഗങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇവിടുത്തെ മതങ്ങൾ വളരെ ഗൗരവമായി അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അവർ ക്രിസ്ത്യാനിയെന്നോ അവർ ഇസ്ലാമെന്നോ അവർ ഹൈന്ദവനെന്നോ എന്നതല്ല. അടുത്തൊരു തലമുറ ഭ്രാന്തന്മാരായി ഇവിടെ വാണു പോകാതെ ലഹരിയുടെയും മറ്റു കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ. പരസ്പര ബഹുമാനമില്ല, സോഷ്യൽ മീഡിയ വിപ്ലവങ്ങൾ, പരസ്പരം പറയുന്ന വാക്കുകൾ, തെറികൾ, പ്രകോപനപരമായ വാക്കുകൾ, ഒരാളെ പ്രകോപിപ്പിക്കുന്ന, നമ്മുടെ ഭരണകർത്താക്കളെ ആകട്ടെ, നമ്മളെ ഭരിക്കുന്നവരാകട്ടെ, നമ്മുടെ മത നേതാക്കന്മാരെ ആകട്ടെ അടച്ചാക്ഷേപിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരു ഭയവുമില്ലാത്ത ഒരു തലമുറ നമ്മുടെ നാടിന്റെ തന്നെ നാശങ്ങൾക്ക് വേണ്ടി അവർ ഒരുങ്ങി നിൽക്കുമ്പോൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാകട്ടെ ഇങ്ങനത്തെ മാനവ മൈത്രി സംഗമങ്ങളെന്ന് ഞാൻ ഈ സമയം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾക്കും പരിശ്രമങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പങ്കാളിത്തവും സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നും വ്യക്തിപരമായി എന്റെ ഭാഗത്തുനിന്നും ഇനിയുള്ള നാളുകളിലും ഉണ്ടായിരിക്കുമെന്നും ഞാൻ ഈ സമയം വളരെ ഹൃദയവിശാലതയോടുകൂടി ഞാൻ അറിയിക്കുകയാണ്. സമയങ്ങൾ ഒത്തിരി ദീർഘിച്ചു പോയതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഞാനോട് ഉപസംഹരിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ സഹോദരങ്ങളോട്, എന്റെ കുഞ്ഞുങ്ങളോട് ഒരൊറ്റ കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ച് എന്റെ വാക്കുകൾ നിന്നിരിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ ദൈവം അവരെ ഏൽപ്പിച്ചതാണ് നിങ്ങളെ വളർത്താനായിട്ട്. ദൈവം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരായിരിക്കണം. നിങ്ങളെ ഉദരത്തിൽ ചുമക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖം കാണാതെ നിങ്ങളെ താലോലിച്ച നിങ്ങളുടെ ഉമ്മയുടെ, നിങ്ങളുടെ മാതാവിന്റെ വയറ് തടവി നിങ്ങളുടെ വാപ്പയോ പിതാവോ അപ്പനോ നിങ്ങളെ ലാളിച്ച് കൊഞ്ചിച്ച്
നിങ്ങളെ വളർത്തുന്ന പ്രതീക്ഷയിലേക്ക് കൊണ്ടുവന്ന് ജനന സമയത്ത് ഉറക്കമൊഴിച്ചിരുന്ന് നിങ്ങളുടെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്ന അവരെ ഒരു വാക്കുകൊണ്ട് പോലും നോവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണാന്തര ജീവിതങ്ങൾക്കകത്ത്, എനിക്ക് ഒരുപാട് ഭാഗങ്ങൾ എടുത്ത് ഉദ്ധരിക്കണമെന്നുണ്ട്, നിങ്ങളുടെ മരണാന്തര ജീവിതത്തിനകത്ത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശാപങ്ങളായി മാറും. അവിടെ നിങ്ങൾക്ക് സമാധാനങ്ങൾ കിട്ടാതെ വരും. അതിനുശേഷം നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി എത്ര ദുആ ചെയ്താലും, നിങ്ങൾക്ക് വേണ്ടി എത്ര കല്ലറ പ്രാർത്ഥനകൾ ചെയ്താലും, നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ എത്ര കർമ്മങ്ങൾ ചെയ്താലും, എത്ര ബലിതർപ്പണങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് അവിടെ ശാപമോക്ഷം ഉണ്ടാകില്ല. ജീവിച്ചിരിക്കുമ്പോൾ അവരെ ബഹുമാനിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി കർമ്മങ്ങൾ നടത്തുക, ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ബഹുമാനിക്കാം. കഴിഞ്ഞ ദിവസം ദയനീയമായ ഒരു കാഴ്ച ഞാൻ കണ്ട് എന്റെ ചങ്ക് വിടർന്നു പോയി. ഞാൻ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുന്ന സമയത്ത് വിറകൈകളോടുകൂടി ഒരു മാതാവ് ആഹാരം കഴിക്കാൻ പ്ലേറ്റും എടുത്ത് വടി ഊന്നി 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 വരികയാണ്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഒരു ചിത്രം ആലോചിച്ചു. ഈ മാതാവ് ആരോഗ്യവതിയായിരുന്നപ്പോൾ, തനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നപ്പോൾ, ആ മകൻ ഈ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്ന് വൃദ്ധസദനത്തിൽ കൊണ്ട് ഈ മാതാവിനെ ഇടുന്ന സമയത്ത്, ഒരിക്കൽ അവൻ ഓടിക്കളിക്കുന്ന സമയത്ത് ഈ പാത്രത്തിൽ ആഹാരം നിറച്ച് അവന്റെ പുറകിൽ നിന്ന് ഓടിക്കൊണ്ടുവന്ന് അവന്റെ അവന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന, ഇല്ലെങ്കിൽ അവന്റെ വായിലേക്ക് അവൻ അന്നം മുട്ടുന്ന ഒരു കാലത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതേ മകൻ മാതാപിതാക്കൾ ബാധിതയായപ്പോൾ, അവർക്ക് നോക്കാൻ സമയമില്ലാതായപ്പോൾ അവരെ കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്ന തലമുറയുടെ നാട്ടിൽ വിറകൈകളോടുകൂടി തനിക്ക് ആഹാരം കഴിക്കാൻ ആ പാത്രമായി വന്ന ആ മാതാവിന്റെ കാഴ്ച കണ്ടിന്റെ കണ്ണു നിറഞ്ഞുപോയി. ശ്രദ്ധിക്കുക, അടുത്തൊരു തലമുറയെ വളരെ ഭീകരമായും വിപ്ലവകരമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ വിട്ടുകൊടുക്കാതെ അവരെ നമ്മുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുക. സമാധാനവും സന്തോഷവും പരസ്പര സാഹോദര്യവും മാനവികതയും അവരെ വളർത്തി വലുതാക്കാൻ നമ്മൾ എല്ലാവരും ഒരുപോലെ ശ്രമിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഞാൻ ഇതിൽ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.